വർക്കൗട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ലെഗിലുള്ള ആളെ ഞാൻ പറയാം സത്യം പറഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യുന്ന അത് ചെയ്യുന്നെങ്കിൽ അത്യാവശ്യം കുറച്ച് പണി. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ സംശയം എന്താ വെച്ചാൽ ഈ ലെഗ് മസിൽസ് ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ അപ്പർ ബോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെഗ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? ലെഗ് സൈസ് കൂടുതൽ ആൾക്കാർ കുറച്ചുകൂടെ അധികം ലൈഫ് സ്പാൻ കൂടുതലാന്ന് പറയുന്നത്. വീക്കാവും തോറും നമ്മളെ ബോൺസിലോട്ട് അത് കൂടുതൽ ലോഡ് വരും. ആ ലോഡ് വന്നിട്ടാണ് ഈ ആൾക്കാർക്ക് ഈ മുട്ടുവേദനയും വയസ്സിന്റെ ഫുട്ബോൾ വയസ്സ് ഇഷ്ടം പോലെ നമുക്ക് കാണുന്നുണ്ട് ഈ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മസിലാ. ഈവൻ ബാക്ക് പെയിൻ വരെ ലെഗ് വീക്കായി വരും. അതെ അതെ അതെ, ബാക്ക് മസിൽ. അതാണ് ഇതിന്റെ മെയിൻ ചോദ്യം. വൈ ഡു പീപ്പിൾ സ്കിപ്പ് ലെഗ് ഡേയ്സ്? അതാണ് മെയിൻ ആൾക്കാരിലേക്ക് ഒരു ചർച്ച വരുന്ന ഒരു സംഭവം. എന്താ എന്റെ അഭിപ്രായം? ലെഗ് ഡേ സ്കിപ്പ് ചെയ്യാനുള്ള മെയിൻ കാര്യം ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം. കാരണം അത് സാധാരണ ആൾക്കാർക്ക് ഒന്നും വഹിക്കാൻ പറ്റൂല. അത്യാവശ്യം നല്ല പണിയെടുക്കണം, നന്നായി പണിയെടുക്കണം, നല്ല എഫേർട്ട് ഇടണം ലെഗ് ഡേയ്സ്. ബാക്കി അപ്പർ ബോഡീനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലെഗ് ഡേയ്സ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പണിയെടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് കുറെ ആൾക്കാര് മടി വരുന്നതും ലെഗ് ഡേ വരുമ്പോ ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതാണ്. ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ ഇപ്പൊ ജിമ്മിൽ പോകുമ്പോ ചോദിക്കാൻ, എന്റെ ഫ്രണ്ട്സ് പോകുന്നുണ്ടല്ലോ, അവരോട് ചോദിക്കും ഇന്നത്തെ വർക്കൗട്ട് ചെയ്തപ്പോ ബാക്ക് ബൈസ്. അപ്പൊ ഒരുത്തിനോട് ചോദിച്ചാൽ പോകാൻ പറയാ ലെഗ് അടിച്ചോ, ലെഗ് വേണോ, ആവശ്യമുണ്ടോ, അതൊക്കെ ചോദിക്കുന്നത്. ഇത് പോരെ. അപ്പൊ അങ്ങനെ പറയുമ്പോ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോ അപ്പർ ബോഡി ആണ്, നല്ല സ്ട്രെങ്ത് ആണ്, ലോവർ ബോഡി ആം സൈസ് ആണ്. ലോവർ ബോഡി നമ്മൾ അധികം ആൾക്കാർ കാണുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ലെഗ് ഡേയ്സ് നമ്മളെ ലെഗിൽ വരുന്ന മസിൽസ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് മസിൽസ് ആണ്. ആൻഡ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ടൈപ്പ് ഓഫ് മസിൽസ് ആണ് നമ്മളെ ലെഗിൽ വരുന്ന ക്വാഡ്രിസെപ്സ്, അതേപോലെ തന്നെ ഹാംസ്ട്രിങ് മസിൽസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ സംശയം എന്താ വെച്ചാൽ ഈ ലെഗ് മസിൽസ് ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ അപ്പർ ബോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെഗ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? മെയിൻ ആയിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ലാർജസ്റ്റ് മസിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഗ്രോത്ത് ഹോർമോൺ, ടെസ്റ്റോസ്റ്റിറോൺ. മെയിൽസിന്റെ കേസിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. മെയിൽസിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഈ ബൂസ്റ്റ് ആവണത്. അവിടെ അതിന്റെ പ്രൊഡക്ഷൻ കൂടും. കാരണം ഇത്രയും ലാർജ് മസിൽ നമ്മൾ സ്ട്രെസ് ചെയ്യിപ്പിക്കുക ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ. അത് ഒരു ഭാഗം മാത്രം. അതല്ലാണ്ട് നമുക്ക് ബാലൻസ് തരുന്നുണ്ട്. കുറെ ഗുണങ്ങളുണ്ട് ലെഗ് വർക്കൗട്ട്. ഈവൻ ഇപ്പൊ ഒരു റിസർച്ച് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയാ ലെഗ് സൈസ് കൂടുതൽ ആൾക്കാർ കുറച്ചുകൂടെ അധികം ലൈഫ് സ്പാൻ കൂടുതലാന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ്. നല്ല സംഭവമാണ്. അപ്പൊ അതാണ് ഈ ലെഗ് ഡേയ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. ഈവൻ ഇപ്പോ നമ്മളെ യങ്സ്റ്റേഴ്സിൽ മാത്രമല്ല, നിങ്ങള് ജിമ്മിൽ പോണ ആൾക്കാരാണെങ്കിൽ പാരന്റ്സിന് നിങ്ങൾ അഡ്വൈസ് ചെയ്യണം. അത് വലിയൊരു കാര്യമാണ്. കാരണം അവർ ഏജ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ ഹാപ്പിനെസ് എന്താ, വീട്ടുകാർ നല്ല സ്ട്രെങ്ത് അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അവര് ഞങ്ങൾ ആലോചിച്ച് നോക്കി, വീട്ടുകാർ വടി കുത്തിപ്പിടിച്ച് നടക്കുക, അത് അസിസ്റ്റഡ് ആണ്. അത് അവർക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ലോവർ ലെഗ് എന്നാണ് ഏറ്റവും കൂടുതൽ പെയിനും ബാക്ക് പെയിനും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ലോവർ മസിൽസ് വീക്ക് ആയിട്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെ ബോഡി വെയിറ്റ് ഒക്കെ പോകുന്നത് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ ലോവർ ലിംബാണ്, നമ്മൾ ലോവർ ലിംബ് മസിൽസ് ആണ്. അപ്പൊ അത് വീക്ക് ആവും തോറും നമ്മളെ ബോൺസിലോട്ട് അത് കൂടുതൽ ലോഡ് വരും. ആ ലോഡ് വന്നിട്ടാണ് ഈ ആൾക്കാർക്ക് ഈ മുട്ടുവേദനയും കാലിന്റെ വേദന വരുന്നതും ലിഗമെന്റ് ലാക്സിറ്റി വരുന്നതും. അതൊക്കെ എന്താണ് ഈ ലോവർ ലിംബിന്റെ മസിൽസ് വീക്ക് ആയതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും അപ്പർ ലിംബ് ചെയ്യുന്നുണ്ടാവും. അപ്പർ ലിംബ് നല്ല സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ ആ സ്ട്രെങ്ത് ഒന്നും ലോവർ ലിംബിൽ ഇല്ലെങ്കിൽ അതൊരു കാര്യമില്ല. ഇറ്റ്സ് വേസ്റ്റ് ഓഫ്. വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം, നിങ്ങളെ പാരന്റ്സിന്റെ കേസിൽ മരുന്ന് കഴിച്ച് കിടന്നോന്ന് പറയരുത്. നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പറയണം. അതാണ് ഏറ്റവും വലിയ കാര്യം. എക്സസൈസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഇപ്പൊ ലോവർ ലിംബിന് തന്നെ ഇഷ്ടം പോലെ നമുക്ക് ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ട് എക്സസൈസുകൾ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ ലഞ്ചസ്, അതേപോലെ സ്ക്വാട്ടിങ് നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സസൈസ് ആണ് നമ്മൾ ലോവർ ലിംബ് സ്ട്രെങ്തനിങ്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സസൈസ് പോലും നമുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരിക്കലും അത് ഞാൻ പറയാം, ലെഗ്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ലെഗിലുള്ള ആളെ ഞാൻ പറയാം സത്യം പറഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യും ഞാൻ. കാരണം അത് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. എല്ലാവർക്കും അപ്പർ ലിംബ് ആണെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാം, അതുപോലെ ഫോറാം ട്രെയിൻ ചെയ്യാം, ട്രൈസെപ്സ് ട്രെയിൻ ചെയ്യാം. പക്ഷെ ലോവർ ലിംബ് അല്ലെങ്കിൽ ലോവർ ലിംബ് മസിൽസ് ട്രെയിൻ ചെയ്യുന്ന അത് ചെയ്യുന്നെങ്കിൽ അത്യാവശ്യം കുറച്ച് പണി തന്നെയാണ്. അതാണ് സംഭവം. പിന്നെ ഇതെങ്ങനെ മാറ്റാന്നുള്ളത്, ഈ ഒരു ലെഗ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻഫുൾ അല്ലേ. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലനക്കാൻ പറ്റില്ല. കാലിങ്ങനെ പതുക്കെ അതുകൊണ്ട് ആ ഡോംസ് കാരണം കൊണ്ടാണ് നമ്മളെ മസിലിന്റെ സോർനെസ് കാരണം കൊണ്ടാണ് ആൾക്കാര് കൂടുതൽ സ്കിപ്പ് ചെയ്യുന്നത്. അതിന്റെ മീൻസ് ആ ഒന്നാമത്തെ മെയിൻ റീസൺ ഈഗോ ലിഫ്റ്റിംഗ് നമുക്ക് പറയാം. ഓവറായിട്ട് ട്രെയിൻ ചെയ്യുക, ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഞാൻ പറയാം, കോമൺ ആയിട്ട് കാണുന്ന ഒരു ഈഗോ ലിഫ്റ്റിംഗ് വരുന്ന ഒറ്റൊരു എക്സസൈസ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ലെഗ് പ്രസ് ആണ്.
cup, stop phone, pull it up. Hey, she look bad in the Maybach. ലെഗ് പ്രസ്സിലൂടെ ആൾക്കാർക്ക് എന്ത് ചെയ്യാ ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ നോക്കും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്ത് ചെയ്യുക, ആൾക്കാർ ലെഗ് പ്രസ് അടിക്കുകയാണ്, 3 ആൾക്കാർ അതിന്റെ മുകളിൽ കയറി നിൽക്കും. അതിന്റെ കൂടെ 4 പ്ലേറ്റ് ഫുൾ 20 kg പ്ലേറ്റ് ഇടും. എന്നിട്ടാണെങ്കിലോ ഒരു ചെറിയൊരു ജസ്റ്റ് ഈ ഒരു മൂവ്മെന്റ് ചെറിയൊരു മൂവ്മെന്റ് വന്നിട്ട് ഒരു എന്തോ സംഭവമായി, ഞാൻ ഇത്ര വെയിറ്റ് അടിച്ചു, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ പ്രോപ്പർ വെയിറ്റ് വെച്ചാൽ നമ്മൾ ഓരോ വീക്കിലി നമ്മൾ ട്രാക്ക് ചെയ്യണം. വെറുതെ കുറെ 25, 100, 500 കിലോ വെയിറ്റ് ഇട്ടിട്ട് അതേപോലെ പാർഷ്യൽ ഇട്ട് കൈ കൊണ്ട് സപ്പോർട്ട് ഒക്കെ ചെയ്തിട്ട് ആൾക്കാർ ചെയ്യുന്നത് എന്ത് കാര്യം അതുകൊണ്ട് ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറെ ആൾക്കാരിൽ മുന്നിൽ കാണിക്കാന്നല്ലാണ്ട് നിങ്ങൾക്ക് ബോഡിക്ക് അത് ഹാംഫുൾ അല്ലാണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ നമ്മളെ എങ്ങാനും ഇങ്ങനെ നീ ലോക്കായി കഴിഞ്ഞാൽ ലോഡ് മൊത്തം എന്താ ലിഗമെന്റ്സിലോട്ടും ബോണിലോട്ടോ പോവാ. അത് മതി എനിക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈഗോ ലിഫ്റ്റിങ്ങിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് പെയിന് വരുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിറ്റുകൾ ചൂസ് ചെയ്യുക, പ്രോപ്പർ വേ ഓഫ് ഫോം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിറ്റ്വീൻ ആയിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്കുക. വലിയ കാര്യമാണ്. അതാണ് സംഭവം. റെസ്റ്റിംഗ് ഒരു വലിയ സെക്ഷനാണ്. നമ്മൾ എപ്പോഴും ഒരു വർക്കൗട്ട് കഴിഞ്ഞാൽ അടുത്ത വർക്കൗട്ട് ചെയ്യുമ്പോൾ 3 to 5 minutes റെസ്റ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് എനർജി റീസ്റ്റോർ, എനർജി മസിൽസ് ഒന്ന് റിക്കവർ ആയി അടുത്ത എക്സസൈസ് ചെയ്യാൻ പറ്റും, വീണ്ടും ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ റിക്കവറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് ഒരു 2 minutes റെസ്റ്റ് എടുക്കുക, 1 minute ചെയ്തതിനു ശേഷം അടുത്ത ആള് കയറുമ്പോഴേക്ക് നമ്മൾ അടുത്ത ആള് പോയിട്ട് എക്സസൈസ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ റെസ്റ്റിംഗ് കൂട്ടരുത്, 10 minute ഒന്നും ആവരുത്. ഇത് പോവാ ഇതിന്റെ നമ്മളൊരു 3 to 4 minutes ആണ് നമ്മൾ റെസ്റ്റിംഗ് നോർമൽ ആയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക ആൾക്കാർ ഒരു സെറ്റ് കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നത്, പക്ഷെ റിസർച്ചിൽ കണ്ടെത്തിയ ഒരു സംഭവമാണ് ഒരു 1 minute 2 minutes റെസ്റ്റ് എടുത്ത ഒരാളും 3 to 4 റെസ്റ്റ് എടുത്ത ഒരാൾ അറൌണ്ട് 60 to 75% മസിൽ ഗ്രോത്ത് ആ റെസ്റ്റ് എടുത്ത ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ പറയുന്ന എല്ലാ റിസർച്ചസ് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഭവങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഈ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഇപ്പോ കുറെ ഇഞ്ചുറീസ് ആണ്. പിള്ളേർക്കാണ് എത്ര ഗ്രോയിൻ ഇഞ്ചുറീസ്, അഡക്ടർ സ്ട്രെയിൻ, അങ്ങനെ കുറെ കേസ് വരുന്നുണ്ട് ഇപ്പോ. അപ്പൊ ഈ ഒരു കാര്യം അവര് ലെഗ് പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുന്നില്ല, പിന്നെ അവർ കളിക്കണ ഗ്രൗണ്ട്സിന്റെ കുഴപ്പം, പിന്നെ മസിൽ വീക്ക് ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ ഈ പിള്ളേർക്ക് ഇപ്പൊ ജിമ്മിൽ വിടണമെന്നില്ലേ പാരന്റ്സേ, അപ്പൊ അവർക്ക് വീട്ടിൽ കുറെ എക്സസൈസ് ചെയ്തുകൂടെ അവർക്ക് ഇഷ്ടം പോലെ. ഞാൻ പറയാതാ ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് കേസസ് കാണുന്നത് മെയിൻ ആയിട്ട് ഈ ലിഗമെന്റിലോട്ട് ലോഡ് വരുന്നതും അതേപോലെ തന്നെ നമ്മളെ കാലിലോട്ട് ലോഡ് വരുന്നത്, ഇതൊക്കെ ലോഡ് വരാനുള്ള മെയിൻ റീസൺ ഒന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് വാമപ്പ് ചെയ്യാത്തത്. ഓക്കെ, ബട്ട് രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മളെ വീക്ക് ആയതുകൊണ്ടാണ്, മസിൽസ് വീക്ക് ആയതുകൊണ്ടും മസിൽസ് ടൈറ്റ് ആയതുകൊണ്ടും ഒക്കെയാണ് നമ്മളെ ലിഗമെന്റിലോട്ട് ലോഡ് വരുന്നതും പ്രോപ്പർ വേ ഓഫ് എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോ എന്താ ചെയ്യേണ്ടത്, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വാട്ടിങ്, വാൾ സ്ക്വാട്സ്, നിങ്ങൾക്ക് ലൈക്ക് ഇഫ് യു വാണ്ട് ദിസ് കൈൻഡ് ഓഫ് എക്സസൈസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ കമന്റ് ഡൗൺ. അപ്പൊ അതാണ് ലൈക്ക് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഇഷ്ടം പോലെ നമുക്ക് കാണുന്നുണ്ട് ഈ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത്. അത് മെയിൻ ആയിട്ട് ഞാൻ പറയാം ടർഫില് ആൾക്കാർ കളിക്കുമ്പോൾ കുറെ ഇഞ്ചുറീസ് വരുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ ഞാൻ പറയാം അതിന്റെ ഒരു എന്താ ഫ്ലോറിന്റെ ഇതാണ്. എന്ന് വെച്ചാൽ നമ്മള് യൂസ് ചെയ്യുന്ന ബൂട്ട് അല്ലെങ്കിൽ ബെയർ ഫൂട്ടിൽ കളിക്കുന്ന വിചാരിച്ചോ, അപ്പൊ കുറെ സ്പൈക്സിലെ ബൂട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ആ കുറെ ലൈക്ക് സ്പൈക്സ് ഉണ്ടാവുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ ബൂട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൗണ്ട് കളിക്കുന്ന ബൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണ് നമ്മളെ നാട്ടിലൊക്കെ കളിക്കുന്ന മണ്ണിലൊക്കെ കളിക്കുന്ന ബൂട്ടാണ്. നേരെ മറിച്ച് നമ്മളെ ഇത് വരുമ്പോ ടർഫിലോട്ട് വരുമ്പോ ആ ബൂട്ട് വെച്ച് കളിച്ച് പെട്ടെന്ന് ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഇഞ്ചുറീസ് ഉണ്ടാവും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ലെഗ് നല്ലോണം നിങ്ങൾ ട്രെയിൻ ചെയ്യാന്നുള്ള ഏറ്റവും വലിയ കാര്യം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മസിലാ. ഈവൻ ബാക്ക് പെയിൻ വരെ ലെഗ് വീക്കായി വരും. അതെ അതെ അതെ, ബാക്ക് മസിൽ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ എന്തായാലും പറയാ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എന്തായാലും. അതെ അതെ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും യു ക്യാൻ ടോക്ക് ടു അസ്. അതേപോലെ തന്നെ ഈ ലെഗ് ഡേ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇഫ് യു ആർ ട്രൈങ് ടു ഒരിക്കലും പറഞ്ഞ ഈഗോ ലിഫ്റ്റിലോട്ട് പോകരുത്. ലെഗ് ഡേ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ വേ പ്രോപ്പർ ഫോമിൽ എക്സസൈസ് ചെയ്യുക, ലെഗ് ഡേ ചെയ്യുക. അപ്പൊ എന്ത് സംശയം യു ക്യാൻ കമന്റ് ഡൗൺ. ആൻഡ് ഓൾസോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടും കുറെ റിയൽ ലൈഫ് സ്റ്റോറീസും ലൈക്ക് അങ്ങനത്തെ ആൾക്കാരെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു ഗൈസ്.